Meet the editors. ചോദ്യം ഇതാണ്, ഹാരിസിനെ കുടുക്കാനാണോ നീക്കം എന്നുള്ളതാണ്. ജിമ്മി, ഒരു വിസിൽ ബ്ലോവർ ഈ സിസ്റ്റത്തിനെതിരായിട്ട് സിസ്റ്റം വീക്കാണ്, ആ വാക്ക് തന്നെ പറയാം, സിസ്റ്റം ദുർബലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ സിസ്റ്റം നന്നാക്കാൻ ശ്രമിക്കാം, ഇല്ലെങ്കിൽ അത് പറഞ്ഞ ആളെ ദുർബലനാക്കാൻ ശ്രമിക്കാം, അതും ഒരു ആരോപണം ഉന്നയിച്ച് ദുർബലനാക്കാൻ ശ്രമിക്കാം. ഹാരിസ് ഇപ്പോൾ പൊതുസമ്മതനായി നിൽക്കുന്ന ഒരു ഡോക്ടറാണ്. അയാൾ പറയുന്നത് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്, ശരിയാണെന്ന് ഏറെക്കുറെ ബോധ്യവുമാണ്, സർക്കാരിനും അത് ബോധ്യമാണ്. ചെയ്ത രീതി ശരിയല്ല എന്ന് മാത്രമാണ് ഒരു വിയോജിപ്പുള്ളത്. ഹാരിസിനെ കുടുക്കാനാണോ ഇന്നിപ്പോൾ തിരക്കിട്ട് പ്രിൻസിപ്പൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനം, അതിപ്പോൾ വൈകുന്നേരത്തോടുകൂടി നമ്മൾ പൊളിച്ച് കൈ കൊടുത്തു. ഹാരിസിനെ കുടുക്കാനാണോ നീക്കം? അവിടെ ഈ ഡോക്ടർ ഹാരിസിൻ്റെ കാര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു മാസം മുമ്പാണല്ലോ നമ്മളോടൊക്കെ പറഞ്ഞത്, ആദ്യം സമ്മതിച്ചുകൊണ്ട് ഇതൊരു സിസ്റ്റം എററാണ്. ഈ സിസ്റ്റം എററിൻ്റെ കൂടെ സിസ്റ്റം ടെറർ എന്നൊരു സാധനം കൂടി ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, സിസ്റ്റം ടെററാണ്. ഒരു ആരോഗ്യമന്ത്രിക്കെതിരെ അല്ല ആ മനുഷ്യൻ പറഞ്ഞത്, ആ മനുഷ്യൻ സിസ്റ്റത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ മെഡിക്കൽ കോളേജിലെ സാധനങ്ങൾ വാങ്ങാനില്ലാത്തതിനെക്കുറിച്ചും രോഗികൾ പിരിവിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കരയുക വരെ ചെയ്തു ക്യാമറയ്ക്ക് മുന്നിൽ. അപ്പോൾ ആദ്യം ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം എന്നാലും ഡോക്ടർ ഇങ്ങനെ പരസ്യമായി പറഞ്ഞതല്ലേ, അതുകൊണ്ട് നമുക്കൊരു അന്വേഷണമൊക്കെ നടത്താമെന്ന് പറഞ്ഞ് പതുക്കെ ഈ വിഷയത്തിൽ ഹാരിസ് ഒരു മഹാനാണ്, ഹാരിസ് നല്ലവനാണ് എന്ന് എല്ലാവരും പറഞ്ഞ് ഒരു സൈഡിലേക്ക് തീർന്നു. നമ്മൾ വിചാരിച്ചു ഇത് തീർന്നെന്ന്. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ, ഡോക്ടർ ജാഫർ, അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളാണ്, അതുപോലെ തന്നെയാണ് ഡോക്ടർ സുനിൽകുമാർ. ഈ രണ്ടുപേരും വാർത്താ സമ്മേളനം നടത്തിയിട്ട് എല്ലാം പറഞ്ഞ് സെറ്റിലാക്കാൻ വേണ്ടി വന്ന മട്ടിലാണ് അവരുടെ വാർത്താ സമ്മേളനം തുടങ്ങുന്നത്. ആ വാർത്താ സമ്മേളനം ഞാനിന്ന് രാവിലെ ആദ്യം മുതലിരുന്ന് കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു 3 പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഈ കോളേജിനെ കുറിച്ച് കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഒന്ന്, ഡോക്ടർ ഹാരിസ് ഒരു നല്ല ഡോക്ടറാണ്, ഞങ്ങൾക്ക് തർക്കമില്ല, കണ്ടുപിടുത്തമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ആരോപണങ്ങൾ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അവർ പറഞ്ഞു ഫിനാൻഷ്യൽ ഫ്രീഡം കുറച്ചുകൂടി ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ആൾക്ക് കൊടുക്കണം. 2, ഒരു ഉപകരണം കാണാനില്ല എന്ന റിപ്പോർട്ടിലുണ്ട്, അത് വളരെ ഒഴുക്കൻ മട്ടിലാണ് പറഞ്ഞു നോക്കുന്നത്. 3, ഡോക്ടർ ഹാരിസ് പരസ്യമായി കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു മെമ്മോ കൊടുത്തിട്ടുണ്ട്, അതിലും ഞങ്ങൾ നടപടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഇതെന്തിനാണ് ഈ 3 കാര്യങ്ങൾ പറയാൻ ഇങ്ങനൊരു വാർത്താ സമ്മേളനം എന്ന് വിചാരിച്ചിരിക്കെ പതുക്കെ അടുത്ത ഘട്ടം വരികയാണ്. ഒരു ഉപകരണം കാണാനില്ല എന്ന ആ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ പറയാനായി പ്രിൻസിപ്പൽ തയ്യാറാകുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു തിരക്കഥ പറയുകയാണ്. ഈ ഉപകരണം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും നമ്മുടെ അറിവിലേക്ക് വേണ്ടിയിട്ടും മാറിപ്പോകുന്ന 2 ഉപകരണങ്ങളുണ്ട് കേട്ടോ. ഒന്ന് മോസിലോസ്കോപ്പ്, 2 നെഫ്രോസ്കോപ്പ്. 2ൻ്റെ അവസാനം സ്കോപ്പാണ്, പക്ഷേ ഇതിനകത്ത് വില്ലൻ മോസിലോസ്കോപ്പാണ്. മോസിലോസ്കോപ്പ് കാണുന്നില്ല എന്ന് ഡോക്ടർ ഹാരിസിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ, അല്ലെങ്കിൽ ഹാരിസ് പറഞ്ഞതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കൊണ്ടുവന്ന കമ്മീഷൻ പറഞ്ഞു അങ്ങനെ ഒരു സാധനം കാണുന്നില്ല. അപ്പോൾ പ്രിൻസിപ്പൾ ഒന്ന് വിശദീകരിക്കുകയാണ്, അങ്ങനെ റിപ്പോർട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ അത് അന്വേഷിക്കാൻ തീരുമാനിച്ചു ആശുപത്രിക്കകത്ത് നിന്ന്. ആദ്യം ആശുപത്രിയിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പരിശോധിച്ചപ്പോൾ കണ്ടു കിട്ടിയില്ല. ഡോക്ടർ ഹാരിസ് അപ്പോഴേക്കും അവധിയിൽ പോയി. ഞങ്ങൾ ഡോക്ടർ ഹാരിസിൻ്റെ മുറിയിൽ കയറി പരിശോധിച്ചു, HODയുടെ മുറിയിൽ കയറി പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന മോസിലോസ്കോപ്പ് അവിടെ ഇരിപ്പുണ്ട്. ഒരു ചെറിയ പെട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൈയൊക്കെ എടുത്ത് കാണിക്കുന്നത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മോസിലോസ്കോപ്പ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പ്രിൻസിപ്പളാണെങ്കിലും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കറിയില്ല. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നു എന്തൊരു മാന്യനായ മനുഷ്യനെ, എന്തൊരു സരസമായി സംസാരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം മുമ്പ് വീണ്ടും പരിശോധിച്ചു. അപ്പോഴും ഈ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയ സാധനം അവിടെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ഒരു വലിയ പെട്ടി കൂടി അവിടെ ഞങ്ങൾ കണ്ടു. കഴിഞ്ഞ ദിവസം ഞാനത് കണ്ടില്ല. അതിനകത്ത് നെഫ്രോസ്കോപ്പ് എന്ന് 3 നെഫ്രോസ്കോപ്പുകൾ ഇരിപ്പുണ്ട്. അതിനോടൊപ്പം ഒരു ബില്ലും കണ്ടു. ആ ബില്ല് മോസിലോസ്കോപ്പിൻ്റെതാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ പല ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ഇതെന്താണ്, എങ്ങനെയാണ് തിരിച്ചു മറിച്ച് ചോദിക്കുമ്പോഴേക്കും തിരക്കഥയുടെ അടുത്ത ഘട്ടം തുടങ്ങുന്നു. 2-3 ഫോൺ കോളുകൾ വരികയാണ്. ആർക്കാണ്? ഡോക്ടർ സുനിലിനും ഡോക്ടർ ജാഫറിനും. ഡോക്ടർ സുനിൽ സൂപ്രണ്ടാണ്, ഡോക്ടർ ജാഫർ പ്രിൻസിപ്പളാണ്. സർ എന്ന് പറഞ്ഞിട്ട് അവർ അന്വേഷണ റിപ്പോർട്ടിലെ ഈ ഉപകരണം കാണാതെ പോയതിൻ്റെ രേഖ ഉയർത്തി വായിക്കുകയാണ്. ഇതാണ് സംഭവം, ഇതാണ് പ്രശ്നം. അപ്പോൾ ചോദിക്കുന്നു ഇതെങ്ങനെയാണ് വന്നത്, അവിടെ നിങ്ങൾ മുമ്പ് ഒരു പെട്ടി കണ്ടു, പിന്നെ ഒരു പെട്ടി കണ്ടില്ല. അപ്പോൾ അടുത്ത സ്റ്റോറി വരുന്നു. CCTV ദൃശ്യങ്ങൾ നോക്കിയപ്പോൾ ഒരാൾ അതിലേ പോകുന്നത് കണ്ടു, ആ മുറിക്കുള്ളിൽ കടക്കുന്നത് കണ്ടു. ഇതാരാണ് അതറിയില്ല. പക്ഷേ അവിടെ ഒരു പുതിയൊരു പെട്ടി കണ്ടു, ആ പെട്ടിയിലൊരു ബില്ലുണ്ടായിരുന്നു. ആ ബില്ല് കാണാതെ പോയി എന്ന് ആദ്യത്തെ റിപ്പോർട്ടിൽ പറയുകയും ഞങ്ങൾ ചെന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ കാണുകയും ചെയ്ത മോസിലോസ്കോപ്പ് എൻ്റെ ബില്ലാണ്. ചുരുക്കത്തിൽ കഥ ഇതാണ് സുഹൃത്തുക്കളെ. ഇന്ന് മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളും സൂപ്രണ്ടും ചേർന്ന് പറഞ്ഞു വെച്ച കഥ, കാണാതെ പോയ മോസിലോസ്കോപ്പ് ഡോക്ടർ ഹാരിസ് വാങ്ങിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചു. അതിൻ്റെ ബില്ല്, ആ തൊണ്ടി ഞങ്ങൾക്ക് 2 ദിവസം മുമ്പ് കിട്ടി.
എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് സംശയം മാത്രമേ ഉള്ളൂ, ഇത് കൂടുതൽ അന്വേഷണത്തിന് സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വളരെ വിദഗ്ധമായി ആ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ആ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ വിചാരിച്ചില്ലേ ഇത് ഹാരിസ് പെട്ടു. കാരണം ഒരു ബില്ല് കണ്ടെത്തിയിരിക്കുന്നു, അതിൽ ഓഗസ്റ്റ് 2-ാം തീയതി എന്ന് വെച്ചാൽ 4-5 ദിവസം മുമ്പ് ഹാരിസ് ഈ സാധനം വാങ്ങിച്ചതിൻ്റെ ബില്ല് അവർക്ക് കിട്ടി. ആ ബില്ല് അവർ രേഖയാക്കി വെച്ചിട്ടുണ്ട്. ഹാരിസ് ഈ സാധനത്തിന് സമാധാനം പറയേണ്ടി വരും എന്ന് വിചാരിച്ചിരിക്കുന്നു. ഭാഗ്യവശാൽ നമുക്ക് അന്വേഷണാത്മക പത്രപ്രവർത്തനം അവസാനിക്കാത്തത് കൊണ്ട് നമുക്ക് ആ ബില്ല് കിട്ടുന്നു. അപ്പോഴാണ് കഥയിലെ ട്വിസ്റ്റ്, ഇതൊരു ബില്ലല്ല, ഇത് ഒരു ചെല്ലാനാണ്, ഡെലിവറി റെസിപ്റ്റാണ്. ഡെലിവറി റെസിപ്റ്റും ബില്ലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തവരല്ല നമ്മുടെ പ്രിൻസിപ്പളും സൂപ്രണ്ടും ഞാൻ കരുതുന്നു. ഒരു ബില്ലെന്ന് പറഞ്ഞാൽ അതിൽ പൈസ ഉണ്ടാവും. ഇതിന് 12 ലക്ഷം രൂപ വിലയുള്ള സാധനമാണെന്ന് ഓർക്കണം. അതിനകത്ത് പണം കാണും, GST ബില്ല് ഉറപ്പായിട്ടുമായിരിക്കും. ഒരു ബില്ലെന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചാൽ കാണുന്നതല്ലേ, വിലയെങ്കിലും എഴുതി വെക്കില്ലേ? ഈ ബില്ലിൽ വിലയുമില്ല, ഒന്നുമില്ല. വെറുതെ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്, 3 നമ്പേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെയും ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മോസിലോസ്കോപ്പാണ് കാണാതെ പോയത്. പക്ഷേ ഡോക്ടർ പറഞ്ഞ ശരിയാണ്, ഡോക്ടർ ഹാരിസ് 3 മോസിലോസ്കോപ്പ് വാങ്ങിച്ചവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു, പക്ഷേ വിലയില്ല. അപ്പോൾ ഇത് ഡെലിവറി ബില്ലാണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ ഈ എവിടുന്നാണിത് ഈ സാധനം വിറ്റത് അല്ലെങ്കിൽ കൊടുത്തത് ആ കമ്പനിയുടെ അഡ്രസ്സ് തേടിപ്പോകുന്നു. അത് കൊച്ചിയിലാണ്. അത് ക്യാപ്സ്യൂൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അവർ പറയുന്നത് അത് മോസിലോസ്കോപ്പ് അല്ല, അത് നെഫ്രോസ്കോപ്പാണ്. നേരത്തെ പറഞ്ഞല്ലോ, മാറിപ്പോരുത്, അത് നെഫ്രോസ്കോപ്പാണ്, എഴുതിയപ്പോൾ തെറ്റിയതാണ്. എന്ന് മാത്രമല്ല, മോസിലോസ്കോപ്പ് കണക്കിൽ പ്രകാരം തന്നെ 3 എണ്ണം കാണാതെ പോയിട്ടില്ല, ഒരെണ്ണമേ കാണാതെ പോയിട്ടുള്ളൂ. ആദ്യത്തെ ആരോപണം അനുസരിച്ചാണെങ്കിൽ അവിടെ വെച്ച് കാര്യങ്ങൾ പൊളിഞ്ഞു. പക്ഷേ ഈ തിരക്കഥയിലെ വില്ലത്തരം എന്ന് പറയുന്നത് മറ്റ് 2 കാര്യങ്ങളിലാണ്. CCTV ദൃശ്യങ്ങളിൽ ഒരാൾ കടന്നു പോകുന്നത് കണ്ടു. അതാണല്ലോ ഇപ്പോഴും തെളിയിക്കപ്പെടാതെ നിൽക്കുന്നൊരു കാര്യം. പ്രിയപ്പെട്ട ഡോക്ടർ ജാഫർ, ഡോക്ടർ സുനിൽകുമാർ, ഈ CCTV ഏത് തീയതിയിലെയാണ്? അത് പറഞ്ഞിട്ടില്ല, അത് പറയുകയുമില്ല. ഓഗസ്റ്റ് 2-ന്റെ തീയതിയിലെ ബില്ലാണല്ലോ ഈ CCTVയിൽ ഇയാൾ ഈ കൊണ്ടുവച്ചതെന്നാ, അത് പറഞ്ഞിട്ടില്ല. ആ CCTV ദൃശ്യങ്ങളുടെ ഡേറ്റ് പറയാതെ ഇനി അത് ആരാണ് കൊടുത്തത് അത് അറിയില്ല. അത് 103 CCTV ദൃശ്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് പരിശോധിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. ഇതാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഒരു തരത്തിലും ഒരു മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു സിസ്റ്റം ടെററിൻ്റെ ഒരു നാടകത്തിലെ ഒരു ഘട്ടമാണ് നമ്മളിന്നിവിടെ കണ്ടത്. ഒരു വലിയ നുണ, ഒരു ട്രാൻസാക്ഷൻ ബില്ല്, ഒരു സാധനം കൊടുത്തതിൻ്റെ റെസിപ്റ്റ് കണ്ടിട്ട് അത് മനസ്സിലാകാതെ അതൊരു ബില്ലാണെന്ന് പറഞ്ഞ് ഡോക്ടർ ഹാരിസ് ചിറക്കലെ പോലെ ഇന്ന് കേരളം ബഹുമാനിക്കുന്ന, കേരളം എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ, ഒരു ഡോക്ടർ എൻ്റെ രോഗികൾക്ക് ചികിത്സ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ക്യാമറയ്ക്ക് മുമ്പിൽ കരഞ്ഞ ഒരു മനുഷ്യനെ സംശയത്തിൻ്റെ മുൾമുലയിൽ നിർത്താൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ ദിവസമാണ്. ഇടയ്ക്കിടയ്ക്ക് നാടകത്തിന് പ്രോംപ്റ്റ് ചെയ്യുന്നത് പോലെ ഇവരുടെ ഫോണുകളിലേക്ക് വിളി വരികയാണ്. സർ 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 എന്ന് പറഞ്ഞ നാണമില്ലാതെ അതിനനുസരിച്ച് ആ പ്രോംപ്റ്റിനനുസരിച്ച് ഓരോരോ കടലാസുകൾ ഉയർത്തി കാണിക്കുകയാണ്. ഇത് ആരെ വിഡ്ഢിയാക്കാനാണ്? ഇന്ന് ഈ രേഖ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് ജയിച്ചേനെ. പക്ഷേ ഈ രേഖ എന്തെങ്കിലുമൊക്കെ പുറത്തു വരുമല്ലോ, അപ്പോൾ നിങ്ങൾ എന്ത് മറുപടി പറഞ്ഞേനെ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഒരു കാരണവശാലും ന്യായീകരിക്കാനാവാത്ത ഒരു വിഷയം എടുത്തിടുകയും അതിലൊരു പുകമറ ഉണ്ടാക്കുകയും ഡോക്ടർ ഹാരിസ് ചിറക്കൽ അവധിയിൽ പോയ മനുഷ്യൻ അയാൾ ഇല്ലാത്ത സമയത്ത് ഈ കഥ മുഴുവൻ ഉണ്ടാക്കി വയ്ക്കുകയും ഒരു കള്ളനാക്കി മാറ്റുകയും ചെയ്യുക. കേരളത്തിൽ ഡോക്ടർ കഫീൽ ഖാനെ കുറിച്ച് വലിയ വാദങ്ങളൊക്കെ പറയുമല്ലോ. ഡോക്ടർ കഫീൽ ഖാനെ കേരളത്തിൽ കൊണ്ടുവന്ന് ജോലി കൊടുക്കണം എന്ന് വരെ പറഞ്ഞ CPM നേതാക്കളെ എനിക്കറിയാം. കേരളത്തിൻ്റെ ഡോക്ടർ കഫീൽ ഖാനാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ആ മനുഷ്യനോട് നിങ്ങൾ കാണിച്ചത് മധ്യപ്രദേശിലും BJP സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് അവർ ചെയ്യാൻ പോലും ഒരു പക്ഷേ മടിക്കുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർക്ക് പോലും തോന്നാത്ത ബുദ്ധിയാണ് നിങ്ങൾക്ക് തോന്നിയത്. ഒരു കുരുട്ട് ബുദ്ധി. അതിന് കൂട്ടു നിൽക്കുന്ന ആളുകളായിപ്പോയി മെഡിക്കൽ കോളേജിലെ 2 പ്രധാനപ്പെട്ട ഡോക്ടർമാർ. ഈ 2 ഡോക്ടർമാരും വളരെ നല്ല മനുഷ്യരാണെന്നും വ്യക്തിപരമായി ഒരു തരത്തിലും കുഴപ്പമില്ലാത്ത ആളുകളുമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതെങ്ങനെയാണ് ശരിയാവുക? ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാം. ഈ വിഷയം നമ്മളിപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ കള്ളനാണോ അല്ലയോ എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച നടത്തുന്നത്. 1 മാസം മുമ്പ് നമ്മുടെ ചർച്ച എന്തായിരുന്നു? മെഡിക്കൽ കോളേജിലെ സിസ്റ്റം എന്താണെന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ചർച്ച. നോക്കൂ, അവിടെ നിന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ കള്ളനാണോ അല്ലയോ, അദ്ദേഹം മോസിലോസ്കോപ്പ് മോഷ്ടിച്ചോ ഇല്ലയോ, അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് CCTV ദൃശ്യങ്ങളിൽ കടന്നു വന്ന ആൾ ആരാണ്, അയാളെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ കൊണ്ടുപോയതാണോ, ഉപകരണം ഇയാൾ വാങ്ങിച്ച് തടി രക്ഷപ്പെടാൻ വേണ്ടി വെച്ചാണെന്ന ചർച്ചയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് ചെയ്തത്. ഡോക്ടർ MN വിജയൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രസകരമായ ഒരു ചോദ്യമുണ്ട്. ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചതിന് കുട്ടിയെ
അധ്യാപകൻ പുറത്താക്കുന്നു. പക്ഷേ ആ ചോദ്യം അവിടെ തന്നെ നിൽക്കും എന്നാണ് പറയാറ്. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ നിങ്ങൾ കള്ളനാക്കിയാലും അല്ലെങ്കിലും ഇവിടെയുള്ള മനുഷ്യർ ഓർത്തിരിക്കുക ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ചോദ്യങ്ങളിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ, അതിനുശേഷം വന്ന കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും സാധനങ്ങളുടെ ദൗർലഭ്യത്തെക്കുറിച്ച്, സാധനങ്ങളില്ലാതെ ജനങ്ങൾ പിരിവിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ച്, ഉൽപ്പന്നങ്ങൾ കിട്ടാത്തതുകൊണ്ട് രോഗികളുടെ ചികിത്സ മുടങ്ങിയതിനെക്കുറിച്ച്, അതൊന്നും ഞങ്ങൾ മറന്നുപോകില്ല. ആ ചോദ്യങ്ങളെല്ലാം അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരെ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും മന്ത്രിയും ഓർത്തിരിക്കണം. ആ ചോദ്യങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. അതെല്ലാം ഇരിക്കെ ഇന്നിങ്ങനൊരു വാർത്താ സമ്മേളനം നടത്തി, ഇങ്ങനെ ഒരു നാടകം നടത്തി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? ഒരു തരത്തിലും സത്യം പറഞ്ഞാൽ വളരെ വലിയ ഒരു മണ്ടത്തരമാണ് ഈ വാർത്താ സമ്മേളനം. അതെന്തിനാണ് നടത്തിയെന്നറിയില്ല. പക്ഷേ എന്തായാലും അതിൻ്റെ നേരെ തിരിച്ചടിക്കുകയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ബില്ല് എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് പറയുകയും അത് പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുകയാണെന്ന് പറയുന്നതിലൂടെ കൃത്യമായി തിരിച്ചടിച്ചു. ചോദ്യങ്ങൾ ഒരാൾ ചോദിക്കുമ്പോൾ, ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ആ മനുഷ്യനെ, അങ്ങനെ ഒരാളെ എതിരിടാനുള്ള വിവരക്കേട് എന്തുകൊണ്ടാണ്? ഡോക്ടർ ഹാരിസ് ചിറക്കലിന് പരസ്യമായി അദ്ദേഹം കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ മെമ്മോ കൊടുക്കൂ, അദ്ദേഹത്തിൻ്റെ നടപടിയെടുക്കൂ, എങ്കിലും ചിലപ്പം അതിന് നിങ്ങൾക്ക് കോടതിയിൽ പോയി നിങ്ങൾ നിൽക്കുമായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്തത് ഒരാളെ കള്ളനാക്കാൻ ശ്രമിച്ചതാണ്. കള്ളനാക്കാൻ ശ്രമിച്ച് ഒരു റെസിപ്റ്റ് ബില്ലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 12 ലക്ഷം രൂപയുടെ സാധനം ഇയാൾ വാങ്ങിച്ചു വെച്ചു എന്ന് പറഞ്ഞ് ഒരാളെ കള്ളനാക്കാനാണ് ശ്രമിച്ചത്. ചോദ്യങ്ങളെ പേടിക്കുന്ന ഭരണകൂടം അത് അവരുടെ നാശത്തിൻ്റെ തുടക്കമാണ്. ഒരു മനുഷ്യനെ ഡിസ്ക്രെഡിറ്റ് ചെയ്താൽ ചോദ്യങ്ങൾ ഇല്ലാതാവുകയുമില്ല. ഹാരിസിനെ കൊടുക്കാനുള്ള നീക്കമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം മോസിലോസ്കോപ്പ് കാണാനില്ല എന്നുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നു. മോസിലോസ്കോപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്തുന്നു. അവിടെ എല്ലാ ഭാഗങ്ങളിലും സെർച്ച് ചെയ്യുന്നു, തപ്പുന്നു, നോക്കുന്നു, കിട്ടുന്നില്ല. കിട്ടുന്നതിന് ശേഷം അദ്ദേഹം ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ റൂമിൽ പോയി നോക്കുന്നു. അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ മോസിലോസ്കോപ്പ് അവിടെയുണ്ട്, കൂടെ 2-3 നെഫ്രോസ്കോപ്പും കൂടെ ഉണ്ട്. അല്ലേ? ഇല്ല, അത് ആദ്യ ദിവസമല്ല ഞാൻ പറയുന്നത് അവസാനം. ഇപ്പൊ ഈ റിപ്പോർട്ട് കംപ്ലീറ്റ് ആദ്യ ദിവസം അവിടെ 3 മോസിലോസ്കോപ്പ് അവിടെ തന്നെ കിട്ടിയല്ലോ. മോസിലോസ്കോപ്പ് ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ കിട്ടി. അപ്പോൾ കിട്ടിയതോടുകൂടി എന്ത് സംഭവിച്ചു? മോസിലോസ്കോപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല. അതാണല്ലോ അന്വേഷണ റിപ്പോർട്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത അന്വേഷണത്തിൽ റൂം തുറന്ന് പരിശോധിക്കുന്ന സമയത്ത് ഒരു പെട്ടിയും കൂടി ഇരിക്കുന്നു. അതിനകത്ത് 3 നെഫ്രോസ്കോപ്പ് ഇരിക്കുന്നു. അപ്പോൾ എവിടെ അവിടെ പ്രശ്നം? അവിടെ നെഫ്രോസ്കോപ്പ് എന്ന് പറഞ്ഞ സാധനം നഷ്ടപ്പെട്ടു എന്നുള്ള പരാതി ഇല്ലല്ലോ. ആകെ എന്താണ്? മോസിലോസ്കോപ്പ് നഷ്ടപ്പെട്ടു എന്ന് പരാതിയാണ്. മോസിലോസ്കോപ്പ് അവിടെ കിട്ടിയതിന് ശേഷം ഈ മോസിലോസ്കോപ്പ് പുതിയതാണോ പഴയതാണോ എന്നുള്ളതാണല്ലോ പ്രശ്നം. പുതിയതാണെന്ന് അവിടുത്തെ ആശുപത്രി അധികൃതർ പറയുന്നത് MB ഫണ്ടിൽ നിന്നും പണം കൊടുത്ത് വാങ്ങിയ സാധനമാണ്. MBയുടെ ബോർഡ് അതിൻ്റെ പേര് അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സാധനത്തിൻ്റെ മേലെ MBയുടെ കാര്യം എഴുതിയിട്ടില്ല എന്നുള്ളതാണല്ലോ. അപ്പം ആ മുൻപ് ഉപയോഗിച്ചിരുന്ന മോസിലോസ്കോപ്പാണോ അതിൻ്റെ അകത്തിരിക്കുന്ന MB എന്ന് എഴുതിയ? അങ്ങനെയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന മോസിലോസ്കോപ്പ് ആയിരുന്നെങ്കിൽ എന്ത് വേണം? അതിന് മേലെ MB എന്ന് എഴുതിയതായിരിക്കണം. അവിടെ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ അവിടെ ഇല്ല, ശരി, അതില്ല, MB എന്ന് എഴുതിയിട്ടില്ല. പുതിയ മോസിലോപ്പോ പഴയ മോസിലോസ്കോപ്പോ ആവട്ടെ, ഏതാണെങ്കിലും അവിടെ ഒരു മോസിലോസ്കോപ്പ് കിട്ടിയല്ലോ. നഷ്ടപ്പെട്ട കാര്യം അവിടെ ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ അതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ ഈ പരാതി ഈ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള പരാതിയിൽ അന്വേഷണ റിപ്പോർട്ടിലുള്ള സാധനം അവിടെ കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി കഴിഞ്ഞു. പിന്നെ അവിടെ 3 ഈ റൂമിൻ്റെ അകത്ത് 3 ആദ്യത്തെ ദിവസം ഇല്ലാത്ത ഒരു 3 നെഫ്രോസ്കോപ്പ് 2ാമത്തെ ദിവസം അവിടെ അന്വേഷിച്ച് റൂം തുറന്നു നോക്കും ഉണ്ടാകുന്നു. ഒരു റൂം പൂട്ടിപ്പോയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ റൂമാണ്, അദ്ദേഹം ലീവിലാണ്, അദ്ദേഹത്തിന് പൂട്ടിപ്പോയ റൂമാണ്. അതിൽ 3 നെഫ്രോസ്കോപ്പ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു. അപ്പം ആ നെഫ്രോസ്കോപ്പ് എടുത്ത് അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു ബില്ല് കിട്ടുകയാണ്. 3 മോസിലോസ്കോപ്പിൻ്റെ ബില്ല് കിട്ടുകയാണ്. അപ്പം അതിൻ്റെ മേലെ ഇതാരാ തുറന്നതെന്നും ഇതാരാ വെച്ചതെന്നും ഇതെങ്ങനെ? കാരണം അവിടെ എന്താണ് നടക്കുന്നത്? ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ നടക്കുകയാണ് ഇതിൻ്റെ അകത്ത്. അതിനകത്ത് ഏകദേശം 5ഓളം പ്രമുഖരായ ഡോക്ടർമാരെ വെച്ചിട്ട് അന്വേഷണ കമ്മീഷൻ വെക്കുന്നു. അന്വേഷണം നടന്നു, റിപ്പോർട്ട് ഹാജരാക്കിയിരിക്കുന്നു. അവിടെ എന്തെങ്കിലും മാനിപ്പുലേഷനോ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ നടന്നതിൻ്റെ ഉത്തരവാദിത്വം ആരാ? അതിൻ്റെ പ്രിൻസിപ്പാളും പിന്നെ അവിടുത്തെ HOD ആയിരിക്കുമല്ലോ, അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരായിരിക്കും. അതുകൊണ്ട് അതിനൊരു പ്രിക്കോഷനായിട്ട് ഇവരെന്ത് ചെയ്യുന്നു? CCTV പരിശോധിക്കുന്നു. ഇതാരാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവച്ചതെന്ന്. 130ഓളം CCTV ഉണ്ടെന്ന് പറയുന്നത്. അത് വരുന്നു, കാണുന്നു, ഓരോ സ്ഥലത്ത് പോകുന്നു, അവിടെ കൊണ്ടുപോയി റൂം തുറക്കുന്നു, വെക്കുന്നു. ഇതടക്കം CCTVയിൽ കാണുന്നുണ്ട്. പക്ഷേ ഏത് ഡേറ്റാണ് എന്താണെന്ന് നോക്കി കണ്ടുപിടിക്കാൻ സമയം വേണം എന്നുള്ള പ്രകാരം 130 ഈ സാധനം CCTV ഉണ്ടെന്ന് പറയുന്നു. ആ സാധനമല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ ഡോക്ടർമാർ. അല്ലാതെ ഹാരിസ് ചിറക്കൽ കള്ളനാണെന്ന് അവർ പറഞ്ഞോ?
ആരിസ് ചിറക്കൽ ഈ സാധനം കൊണ്ടുവച്ചെന്ന് അവർ പറഞ്ഞോ? ആരിസ് ചിറക്കൽ ഇത് വാങ്ങിയെന്ന് അവർ പറഞ്ഞോ? ആരിസ് ചിറക്കൽ ഉണ്ടാക്കിയ ബില്ലാണെന്ന് അവർ പറഞ്ഞോ? ആരിസ് ചിറക്കിൻ്റെ റൂമിൽ നിന്നും 3 നെസ്ട്രോസ്കോപ്പ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ 3 മോസ്ലോസ്കോപ്പിൻ്റെ ബില്ലും കിട്ടിയിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത്. പക്ഷേ ബില്ലില്ല. ഇതായിക്കോട്ടെ, ഇല്ലെങ്കിൽ തന്നെ ബില്ലില്ലെങ്കിലും ഈ സാധനം ഇപ്പം അങ്ങനെ ആ ബില്ല് കണക്കാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് 3 മോസ്ലോസ്കോപ്പാണല്ലോ വേണ്ടത്. ബില്ല് 3 മോസ്ലോസ്കോപ്പിൻ്റെ ആണല്ലോ. അത് ഈ റെസിപ്റ്റ് ആയാലും ബില്ലാണെങ്കിലും എന്തും അവിടെ കണ്ട സാധനം എന്താ? 3 നെസ്ട്രോസ്കോപ്പും 1 മോസ്ലോസ്കോപ്പും ആണല്ലോ. മോസ്ലോസ്കോപ്പ് ആദ്യം ബില്ലുണ്ടാവുന്ന മുൻപ് തന്നെ, രണ്ടാമത്തെ പെട്ടി വരുന്നതിന് മുൻപ് തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണല്ലോ. അപ്പം ഈ സംവിധാനം, ഈ ഡോക്ടർമാർ ഇതിനകത്ത് എന്തെങ്കിലും പറഞ്ഞോ? നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ മാധ്യമ സംവിധാനത്തിൻ്റെ സിസ്റ്റം വെച്ചിട്ട് എല്ലാം മുൻകൂട്ടി പ്രഖ്യാപിക്കുകയാണ്. ഒരെണ്ണം സമയമെടുത്ത് അത് അന്വേഷണ റിപ്പോർട്ട് എല്ലാം നമ്മൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച് പോകും. എന്താണ് ഇത്? ഹാരിസ് ചിറക്കലിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കി ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ മേലെ അന്വേഷണം, അതിൻ്റെ അകത്ത് പ്രിൻസിപ്പൾ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് മേലെ നടപടി എടുക്കാൻ അധികാരമില്ല. ആരെടുത്തേട്ടാ? അത് ആർക്കാ അധികാരമുള്ളത്? അത് ഗവൺമെൻറ്റിനാണ് അധികാരമുള്ളത്. ഞങ്ങൾ ആരെ കയ്യിൽ കൊടുക്കുന്നു? ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുത്തി ചോദിക്കണം, ആരാണ് പിന്നെ CCTVയിൽ വന്നത്, എങ്ങനെയാണ് വന്നത്, ഏത് സൈസ് പെട്ടിയായിരുന്നു, ഏത് സൈസ്? അവരെ സംബന്ധിച്ചോളം അവർ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു, ഒരു വലിയ പെട്ടി, ഒരു ചെറിയ പെട്ടി. ആദ്യം ഉണ്ടായിരുന്ന പെട്ടി ചെറിയ പെട്ടിയാണ്, അതിനകത്ത് മോസ്ലോസ്കോപ്പ് കണ്ടത്. അതവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി 2 കാര്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സാധനം പഴയ മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന മോസ്ലോസ്കോപ്പാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോസ്ലോസ്കോപ്പാണോ എന്ന് അറിയേണ്ട കാര്യമുള്ളൂ, അല്ലേ? ആ പഴയ മോസ്ലോസ്കോപ്പാണോ അവിടെ ഉണ്ടായിരുന്ന മോസ്ലോസ്കോപ്പ്? അത് അന്വേഷണത്തിൽ കൂടെ കണ്ടെത്താൻ കഴിയുള്ളൂ. ഞങ്ങൾക്കത് കണ്ടെത്താനുള്ള ശേഷിയില്ല. ഞങ്ങൾ അതിന് എന്ത് ചെയ്യുന്നു? ഞങ്ങൾ പിന്നെ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. സർക്കാരിന് ഞങ്ങൾ ഈ റിപ്പോർട്ട് കൈമാറും, അവർ അന്വേഷിച്ചതിന് മേലെ തീരുമാനം എടുക്കട്ടെ, ഞങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല എന്നുള്ളതാണ് പരാതി. എന്ന് പറഞ്ഞാൽ എന്താ? മോസ്ലോസ്കോപ്പ് കണ്ടില്ല എന്നുള്ളതാണ് മുൻപത്തെ പരാതി. അതും ഈ പറയുന്ന അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കുന്നു എന്നുള്ളതാണുള്ള തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മേലെയുള്ള പ്രശ്നത്തെ വെറുതെ വലിച്ചു നീട്ടി ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സിസ്റ്റം എറർ പറഞ്ഞു. അതാ ഈ സിസ്റ്റം എററാണ്, ഞങ്ങൾക്ക് ഓപ്പറേഷൻ നടത്താൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ഈ ചെറിയ മക്കളുടെ പ്രായമുള്ള കുട്ടികൾക്ക് പോലും ഓപ്പറേഷൻ എനിക്കത് തുറന്ന് പറയാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ സാധനങ്ങളില്ല ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി. ഈ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല ആൾക്കാരും പണം കൊടുത്ത് വേങ്ങിക്കൊണ്ട് വരുന്ന സാധനം വെച്ചിട്ടാണ് നിങ്ങൾ ഓപ്പറേഷൻ നടന്നത്. അതൊരു സിസ്റ്റത്തിൻ്റെ എററാണ്, ഈ സിസ്റ്റത്തിൻ്റെ എറർ നന്നാക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതോടുകൂടി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കേരളത്തിലെ സിസ്റ്റം മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണ്. ഒരു സ്ഥലത്ത് ഒരു സാധനമില്ല, ആകെ പൊളിഞ്ഞു കിടക്കാണ്. ഡോക്ടർ ഹാരിസിനെ വേട്ടയാടുന്നു, പ്രശ്നമാകുന്നു, തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താണ് ഈ അന്വേഷണ റിപ്പോർട്ട്? ഇന്നും ഹാരിസ് ഡോക്ടർ എന്താ പറയുന്നത്? ഹാരിസ് ഡോക്ടർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസിക പ്രഷർ വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അദ്ദേഹം നല്ല കാര്യത്തിലാണ് ഇത് പറയുന്നത്. മന്ത്രി തന്നെ വന്നിട്ട് പറയുന്നു എന്ത്? ഹാരിസ് ഡോക്ടർ നല്ല ഡോക്ടറാണ്, നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അദ്ദേഹത്തിനെക്കുറിച്ച് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല, അദ്ദേഹം നല്ല രീതിയിലാണ്, ഞങ്ങൾ മാക്സിമം റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു സിസ്റ്റത്തിനെതിരെ വയലേഷൻ നടത്തിയാൽ നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ സ്ഥാപനത്തിനെതിരെ പറഞ്ഞാൽ അതിനെതിരെ മെമ്മോ കൊടുക്കുകയും അതിനെതിരെ എന്താണ് അതിൻ്റെ വിശദീകരണം ചോദിക്കാമെന്ന് പറയുന്നത് സാധാരണ നിയമ നടപടിയാണ്. അത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാകട്ടെ, ഗവൺമെൻറ് സ്ഥാപനത്തിൽ കുറച്ചുകൂടി അധികമാവും. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് വരെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ സിസ്റ്റത്തിനെതിരെ പറഞ്ഞാൽ ആ സിസ്റ്റത്തിനെതിരെ നടപടി സ്വീകരിക്കും. നമ്മൾ പണ്ട് ജേക്കബ് തോമസിനോട് പറഞ്ഞു കേട്ടിട്ടില്ലേ? അവിടെ ഇരുന്ന് ബുക്ക് എഴുതി. ഏത് ബുക്ക് എഴുതിയത്? സർവീസിൽ ഇരുന്നുകൊണ്ട് ബുക്ക് എഴുതി. ആരെ അനുമതി വേണമായിരുന്നു? ബുക്ക് എഴുതാൻ സർക്കാരിൻ്റെ അനുമതി വേണം. ഇല്ലാതെ ബുക്ക് എഴുതി നമ്മൾ സർക്കാർ നടപടി സ്വീകരിച്ചു. അത് നോർമൽ സിസ്റ്റമാണെന്നേ. അതുപോലെ തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സിസ്റ്റത്തിനകത്ത് നിന്ന് സിസ്റ്റത്തിനെതിരെ പറയുന്നു. സിസ്റ്റത്തിനെതിരെ പറയാൻ പൊതുമധ്യത്തിൽ പറയാൻ പാടുമോ അല്ലെങ്കിൽ സിസ്റ്റത്തിന് അനുകൂലമായി പറയാൻ പാടുമോ എന്നുള്ളതാണ്. ആയിക്കോട്ടെ പൊതുമധ്യത്തിൽ പറയാൻ പാടുമോ അതിനകത്ത് പറയാൻ പാടുമോ എന്നാണ് അദ്ദേഹം പുറത്താണ് പറഞ്ഞത്. അപ്പോൾ നോർമലി അതിൻ്റേതായ കോൺസിക്വൻസസ് ഉണ്ടാവും, നല്ലതിനാണെങ്കിലും ചീത്തതിനാണെങ്കിലും. ആ കാര്യത്തിൽ അദ്ദേഹം നടപടി എഴുതുന്നു, പരാതി കൊടുക്കും, അല്ല മെമ്മോ കിട്ടുന്നു. ആ മെമ്മോയ്ക്ക് മറുപടി കൊടുക്കണം. അത് സിമ്പിൾ കാര്യമാണ്. ആ മെമ്മോ മറുപടി കൊടുക്കും. പിന്നെയും പത്രക്കാരെ കണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി, ഞാൻ എൻ്റെ ഒരു ഒറ്റ കാര്യമാണ്, ഇനി കേരളത്തിലെ കാര്യങ്ങൾ മുഴുവൻ പത്രക്കാരും മാധ്യമങ്ങളുമാണ് തീർക്കുന്നതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സർക്കാർ റോളില്ലല്ലോ. ഒരു ഒറ്റ കാര്യം, ഈ കേരളത്തിലെ കാര്യങ്ങൾ മാധ്യമങ്ങൾക്കും പത്രക്കാർക്കും വിട്ടുകൊടുക്കേണ്ടതേ. ഇത് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, ഇങ്ങനൊരു സംശയമുണ്ടെന്ന് അന്വേഷിക്കട്ടെ. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വ്യക്തമായി ഒരു ബോധവുമില്ലാതെ റിപ്പോർട്ടിനെ കുറിച്ച് പറയാനല്ല, റിപ്പോർട്ടിനെ കുറിച്ചല്ല പറഞ്ഞു, അവസാനം പറഞ്ഞു തുടങ്ങി അവരുടെ സംശയങ്ങളാണ്. ചോദ്യങ്ങൾക്ക് മറുപടിയാണ്. ആ സംശയങ്ങൾ
അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി ജിമ്മി സാറേ, ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പത്രസമ്മേളനം ചോദ്യങ്ങൾക്കുള്ള മറുപടിയല്ല. ഈ റിപ്പോർട്ടിന് വേണ്ടിയിട്ടല്ല, റിപ്പോർട്ട് പറയാൻ വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ടാണ് പത്രസമ്മേളനത്തിൽ ആരാണോ ഇവരോട് പറഞ്ഞു കൊടുത്തു എന്ന് നിങ്ങൾ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ ഇവരോട് പറയുന്നത് പറയാം, അവരോട് പറയുന്നത് അറിയോ, നിങ്ങൾ റിപ്പോർട്ട് വായിക്കൂ. ഈ റിപ്പോർട്ട് പറയാൻ വേണ്ടിയിട്ടാണ് പത്രസമ്മേളനം നടത്തിയത്. ആ റിപ്പോർട്ട് കാര്യങ്ങൾ പറഞ്ഞില്ല. ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും എന്താണ് സത്യം പറയണമെങ്കിൽ പറഞ്ഞു കൊളാക്കി എന്ന് പറയാം. റിപ്പോർട്ട് സത്യം പറഞ്ഞാൽ അവർ പത്രസമ്മേളനം നടത്തി, ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനെന്തോ ആ റിപ്പോർട്ട് വായിക്കാതെ എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് എന്റെ പ്രശ്നം അവിടെയാണെന്ന്. റിപ്പോർട്ട് വായിക്കാൻ വന്ന വാർത്താ സമ്മേളനത്തിൽ CCTVയുടെ കാര്യം പറയുകയും ഒരു ബില്ല് കണ്ടെന്ന് ഒരു മാധ്യമവും ചോദിച്ചിട്ടല്ല ബില്ലിന്റെ കാര്യം പറഞ്ഞത്, CCTVയുടെ കാര്യം പറഞ്ഞത്. അത് ബില്ലാണെന്ന്, അത് ബില്ലാണോ അല്ലയോ എന്ന് സംശയമുണ്ടെങ്കിൽ സർക്കാർ അന്വേഷിച്ചിട്ട് വരട്ടെ. അതിനു മുമ്പ് കയറി സംശയത്തിന് ആന്റോകേഷൻ പറഞ്ഞതിൽ ഒരു ഭാഗം പൂർണ്ണമായും ശരിയാണ്. കാരണം നേരിട്ട് ഹാരിസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയല്ല വാർത്താ സമ്മേളനമെങ്കിലും അതിൻ്റെ ധ്വനി, അതിൻ്റെ സൂചന പോയി നിൽക്കുന്നത് ഹാരിസിലേക്കാണ്. കാരണം അതല്ലെങ്കിൽ ഒന്നുകിൽ CCTVയിൽ കണ്ടത് ആരെന്ന് പറയണം. ഇനി ആരാണെന്ന് പറയാതെ CCTVയിൽ ഒരാൾ വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണം വരുന്നതിന് മുമ്പ്, അന്തിമമായിട്ട് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഹാരിസിനെ കുടുക്കാനാണോ നീക്കം എന്നാണ് ചോദ്യം. സുജയ പാർവതി, എന്ത് തോന്നുന്നു? ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംശയ നിഴലിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ PK ജബ്ബാർ എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. കാരണം ഇന്ന് പ്രിൻസിപ്പൽ PK ജബ്ബാർ നടത്തിയ വാർത്താ സമ്മേളനം പോയത് ആ രീതിയിൽ തന്നെയാണ്. നേരത്തെ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വിശദീകരിച്ചതുകൊണ്ട് അതിലേക്ക് ഞാൻ ഒരു ആവർത്തന വിരസത ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ HODയുടെ മുറി, അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന 4-ാം തീയതിയാണ് അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുന്നത്, അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയാണ്. ആ മുറിയിൽ നിന്ന് ഈ പരിശോധിച്ചപ്പോൾ വലിയൊരു ബോക്സ് കണ്ടെത്തി. ഓഗസ്റ്റ് 2-ന് മോസ്ലോസ്കോപ്പ് വാങ്ങിച്ചതിന്റെ ബില്ലുകളും ഇവിടെ നിന്ന് കണ്ടെത്തി. ഇതിൽ അസ്വാഭാവികതയുണ്ട് എന്നതുകൂടി പ്രിൻസിപ്പൽ PK ജബ്ബാറിന്റെ വാക്കുകളുണ്ട്. എന്താണ് ഈ അസ്വാഭാവികത? ആ ഉപകരണം എന്താണ് എന്നത് തുറന്നു നോക്കി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പിന്നെ ഈ ഡെലിവറി ചെല്ലാനും അതുപോലെ തന്നെ ബില്ലും എന്താണ് എന്നത് പരിശോധിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അദ്ദേഹം അവിടെ വന്നിരിക്കുക. എല്ലാത്തിനെയും നമുക്ക് ബില്ലെന്ന് വിളിക്കാൻ കഴിയില്ലല്ലോ. ഇൻവോയ്സ് ഏതാണ്, അതുപോലെ തന്നെ ചെല്ലാൻ ഏതാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് തൊട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു രേഖയാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് മുതൽ മുകളിലോട്ടുള്ള ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം ഒരു പ്രിൻസിപ്പലിന്, മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലിന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ അദ്ദേഹം ആ പദവിയിൽ തുടരുന്നതിൽ തന്നെ എന്തർത്ഥമാണ് ഉള്ളത്? അതോ ആരുടെയെങ്കിലും റിമോട്ട് കൺട്രോൾ അനുസരിച്ച് ആ വാർത്താ സമ്മേളനത്തിൽ വന്നിരിക്കുകയായിരുന്നോ? അതാണ് അറിയേണ്ടത്. ആ വന്ന ഫോൺ കോൾ ആരുടേതാണ്, ആര് പറഞ്ഞിട്ടാണ് ഈ ഭാഗം വായിക്കുന്നത്? സാധാരണ ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ നേതാക്കൾ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി അവരുടേതായ ഒരു പ്ലാൻ അനുസരിച്ചായിരിക്കും അവർ വന്ന് ഇരിക്കുക. അത് പാർട്ടിയുടെ തീരുമാനമാണ്. അത് ആ വാർത്താ സമ്മേളനം നടത്തുന്ന എല്ലാ പാർട്ടികളുടെയും വക്താക്കളോ നേതാക്കളോ ഒക്കെ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ പാർട്ടിയുടെ അജണ്ടയും പാർട്ടിയുടെ പ്ലാനും കരുതിക്കൊണ്ടാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലും സൂപ്രണ്ടുമാണ്. അവരവിടെ നടപ്പാക്കേണ്ടത് അല്ലെങ്കിൽ അവരോട് പറഞ്ഞ കാര്യങ്ങളിൽ വിശദീകരണം നൽകണം എന്നവർക്ക് താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയണം. അത് കൃത്യമായും സത്യസന്ധമായും നൽകണം. ഇതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം താല്പര്യം അനുസരിച്ചാണ് അവർക്ക് ഈ കാര്യങ്ങൾ പറയാൻ സാധിച്ചത്? സ്വന്തം താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ പദവിക്ക് അനുസരിച്ചുകൊണ്ടാണോ അവർ ആ വാർത്താ സമ്മേളനം നടത്തിയത് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്കിടയിൽ വന്ന ആ ഫോൺ കോളുകൾ തന്നെയാണ്. ആ ഫോൺ കോളുകൾ എന്ന് പറയുന്നത് അതിലേക്ക് വന്നിട്ടുള്ള ഇന്റർഫറൻസ് ആണ്. ആ ഇടപെടൽ, അത് ആരുടെ ഇടപെടലാണ്? സർ എന്ന് വിളിച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന ആ ഫോൺ കോൾ അത് ആരോഗ്യമന്ത്രിയിൽ നിന്നാണോ, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണോ, ബന്ധപ്പെട്ടവരിൽ നിന്നാണോ? അത് വ്യക്തമാക്കണം. കാരണം ഈ നിർദ്ദേശം അനുസരിച്ച് ഉടൻ തന്നെ ആ റിപ്പോർട്ട് വായിക്കുന്നതിനായിട്ടാണ് ആദ്യത്തെ കോൾ വരുന്നത്. പക്ഷേ അതനുസരിച്ച് അത് വായിക്കുന്നില്ല. ആദ്യത്തെ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഇത് വായിക്കാനാണ് പറഞ്ഞു കൊടുത്തത്. ആ പ്രോംപ്റ്റ് മനസ്സിലായില്ല. ആ പ്രോംപ്റ്റ് കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായില്ലല്ലോ, എന്നാൽ അടുത്തവനെ വിളിക്കടാ എന്ന് പറഞ്ഞു കാണും. അപ്പോൾ അടുത്തവനെ വിളിക്കുന്നു. അടുത്തവനെ വിളിക്കുമ്പോഴേക്കും അതിൽ ഉടനെ അടുത്ത നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് വായിക്കാനാണ് പറയുന്നത് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണ്. പക്ഷേ അവിടെ ക്യാമറയുണ്ടെന്നും ആ ക്യാമറയിൽ കൃത്യമായി ഈ ശബ്ദങ്ങൾ കൂടി പിടിക്കുന്നുണ്ട്. കാരണം ഇപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പുറത്ത് ഈ നിർദ്ദേശങ്ങൾ കിട്ടുന്നതും അതിൽ കൃത്യമായും അദ്ദേഹത്തിന്റെ പോസ്റ്റിനേക്കാൾ, സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും പോസ്റ്റിനേക്കാൾ മുകളിലുള്ള ആരോഗ്യ വകുപ്പുമായി അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരാളായിരുന്നു മറുതലയ്ക്കൽ എന്നത് വ്യക്തമാണ്. ഇങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ ഇടപെടൽ വരുന്നത്. അപ്പോൾ സിസ്റ്റം എറർ ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ എറർ ഫ്രീ അല്ല. സിസ്റ്റത്തിൽ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ്, തെളിവാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു സർക്കാർ ഒരു സിസ്റ്റത്തെ പൊല്യൂട്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. കൃത്യമായ അന്വേഷണം നടക്കുമ്പോൾ ബാഹ്യ ഇടപെടൽ അതിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു വിശദീകരണം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു ഫോൺ കോളിന്റെ ആവശ്യം എന്തായിരുന്നു? അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും കാര്യങ്ങൾ പറയാൻ അറിയാഞ്ഞിട്ടാണോ? അതോ അവർ പറഞ്ഞു വരുമ്പോൾ സത്യം പറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണോ? കാരണം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ വരുന്നു, കൗണ്ടർ ക്വസ്റ്റ്യൻസ് വരുന്നു. അപ്പോൾ അതിൽ മറുപടി പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇതുവരെ ഉണ്ടാക്കിയ തിരക്കഥയിൽ നിന്നും സീനുകൾ മാറിപ്പോകുമെന്ന് പേടിച്ചിട്ടാണോ ആ കോൾ എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഇവിടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയിലാണ്. ഡോക്ടർ അരുൺ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞ ആ വാചകം ഞാൻ ആവർത്തിക്കുകയാണ്. ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലെ, ഒരു വകുപ്പിലെ, യൂറോളജി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പിലെ ഉപകരണങ്ങളുടെ അഭാവം എങ്ങനെയാണ് അവിടെ ചികിത്സയെ ബാധിക്കുന്നത്, അവിടെ ശസ്ത്രക്രിയ വൈകിയതിനെക്കുറിച്ച് അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്താൻ കഴിയാതെ പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ തള്ളുകയും പിന്നീട് പൊതുജന വികാരം തനിക്കെതിരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരു ആരോഗ്യമന്ത്രിയെ നമ്മൾ ആ വിവാദമുണ്ടായ ആദ്യ ദിവസങ്ങൾ തന്നെ കണ്ടതാണ്. സർക്കാർ ഈ ഡോക്ടർക്കൊപ്പമായിരിക്കും, അല്ലെങ്കിൽ അപാകതകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തുന്ന ഒരു സർക്കാരാണ് എന്നൊക്കെ ആദ്യഘട്ടത്തിൽ ഞാനും തെറ്റിദ്ധരിച്ചു പോയിരുന്നു. ഇന്നെന്തായാലും ആ തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുണ്ട്. ഡോക്ടർ ഹാരിസിനെ കൊടുക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോവുകയാണോ എന്ന് സാമാന്യ ജനത്തെ പോലെ നോക്കിയിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇത് സർക്കാരിന്റെ തിരക്കഥയാണോ അതോ ആരോഗ്യമന്ത്രിയുടെ തിരക്കഥയാണോ? ആരാണ് ഈ കഥ എഴുതി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൃത്യമായ ഒരു സംവിധാനം ഇതിന് പിന്നിലുണ്ട്, അതായത് കൃത്യമായ ഒരു സംവിധായകനോ സംവിധായികയോ ഇതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു അപമാനിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനമാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാലും തെറ്റ് പറയാൻ കഴിയില്ല. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു നുള്ളു മണ്ണ് വീഴാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വിഷയമാണ് ഏറ്റെടുക്കേണ്ടത്. പ്രതിപക്ഷം ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റെടുക്കേണ്ട വിഷയം ഇതാണ്. അതായത് ഒരു അപാകത ചൂണ്ടിക്കാണിച്ച ഒരാളെ വേട്ടയാടി അയാളെ നിശബ്ദനാക്കി ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമമാണോ? അതോടൊപ്പം തന്നെ മറുഭാഗത്ത് നടന്ന മറ്റൊരു ശ്രമത്തെക്കുറിച്ച് ഡോക്ടർ തന്നെ പറയുന്നുണ്ട്. വിവാദം ഒത്തുതീർപ്പാക്കാൻ എന്നോട് ചില പ്രമുഖർ, ഐ എം കോട്ടിംഗ് ഡോക്ടർ ഹാരിസ്, വിവാദം ഒത്തുതീർപ്പാക്കാൻ ചില പ്രമുഖർ ആവശ്യപ്പെട്ടു. ആരാണ് ആ പ്രമുഖർ? ആരോഗ്യവകുപ്പിലെ തന്നെ പ്രമുഖരാണോ? ആരോഗ്യമന്ത്രിക്ക് അറിയാമോ ഇത് ആരാണ് ഒത്തുതീർപ്പാക്കാൻ ആവശ്യപ്പെട്ടതെന്ന്? എന്താണ് ഇതിൽ ഒത്തുതീർപ്പ്? ഇതിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുക. ഡോക്ടർ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ ശിക്ഷിക്കുക. അപ്പോൾ ആരോഗ്യവകുപ്പിനും മന്ത്രിക്കും ഒക്കെ എല്ലാവരും കൈയടിക്കും. പക്ഷേ ഡോക്ടർ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കണം. അതർവൈസ് ആണ് പ്രൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായി ആ ഡോക്ടറെ അപമാനിച്ചതിന് അദ്ദേഹത്തിനുണ്ടാക്കിയ മാനസിക വിധയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം വലിയ സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണ്. എത്രമാത്രം സമ്മർദ്ദം ആ മനുഷ്യൻ നേരിടുന്നുണ്ടാകും. അയാൾ ഇത്രയും കാലം, നേരത്തെ പല ചർച്ചകളിലും ഡോക്ടർ അരുൺ തന്നെ ഇവിടെ തന്നെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഡോക്ടർ എങ്ങനെയാണ്, ആ ഡോക്ടർ നമ്മളോട് സംസാരിച്ചത് കോഫി വിത്ത് അരുണിലാണ്. അപ്പോഴൊക്കെ ആ ഡോക്ടർ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ ജോലിക്ക് പോയാൽ എനിക്ക് എത്ര വരുമാനം കിട്ടും, അതൊക്കെ ആ ഡോക്ടർ തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ വരുമാനം നോക്കാതെ ആതുര സേവനത്തിനായിട്ട് നീക്കിവെച്ച ഒരു മനുഷ്യനെ അപമാനിച്ചില്ലാതാക്കാനായിട്ടുള്ള ഒരു കൊട്ടേഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് കൂടി നമ്മൾ അറിയണം. കാരണം സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ മുഖം വികൃതമാക്കുന്നതിലേക്ക് ഡോക്ടറുടെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തിന് ആയുധമായി എന്നൊരു തോന്നലിൽ ആ ഒരു ഈഗോ പിടിച്ചുകൊണ്ട് ഈ ഡോക്ടറെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നുണ്ട്. ഇതിലും ഭേദം ആ ഡോക്ടറെ അന്ന് അങ്ങ് ടെർമിനേറ്റ് ചെയ്യുന്നതായിരുന്നു. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊന്ന് വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ആ പാവത്തിനെ. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് മോസിലോസ്കോപ്പ്, നെഫ്രോസ്കോപ്പ്, പെട്ടി, ബില്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോയാണ്, കത്തി കയറുകയാണ്. അപ്പോൾ ബില്ല് കൊണ്ടുവന്നു. ബില്ല് എവിടെയെന്ന് തപ്പിപ്പോയപ്പോഴേക്കും ബില്ലല്ല, അത് ചെല്ലാനാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് രംഗപ്രവേശം ചെയ്യാൻ പോകുന്നത് അടുത്ത തിരക്കഥയാണ്. അതായത് ഈ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അന്വേഷണം വന്നു നിൽക്കുന്നത്. ഇതായത് നമ്മൾക്കിപ്പോൾ പഠിച്ചുകൊണ്ട് പോയ ഉപന്യാസം ചെറിയ ക്ലാസ്സുകളിലൊക്കെ തെങ്ങിനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ പശുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പശുവിനെ കൊണ്ട് തെങ്ങിൽ കെട്ടിയിട്ട് പശുവിനെ കെട്ടിയിരിക്കുന്ന തെങ്ങിനെ കുറിച്ച്, തെങ്ങിന്റെ ഓലയെക്കുറിച്ച്, കേരവൃക്ഷമാണ് തെങ്ങെന്ന് പറഞ്ഞുകൊണ്ട് ആ ഉപന്യാസം നമ്മൾ എഴുതി, അല്ലെങ്കിൽ ആ ഒരു ഖണ്ഡിക നമ്മൾ എഴുതി പൂർത്തിയാക്കുന്നത് പോലെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ കാണിക്കുന്ന ഒരു വിഡ്ഢിത്തമായി പോയി ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും കാണിച്ചത് എന്നതാണ്. ഇവിടെ കുറ്റം ചാരാനായിട്ടുള്ള, ഇവിടെ മോസിലോസ്കോപ്പും നെഫ്രോസ്കോപ്പും ഒന്നും അല്ല എൻ്റെ സാറേ അന്വേഷിക്കുന്നത്, ഇവിടെ കുറ്റം ചാരാനുള്ള സ്കോപ്പാണെന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. കുറ്റം ചാരാനായിട്ടുള്ള ഒരു സ്കോപ്പിലേക്ക് അവർ ഉടനെ തന്നെ എത്തുകയും ചെയ്യും. ഇവിടെ വീണ ജോർജ് ഈ മോഴ്സിലേറ്ററിന്റെ, അതാണ് പ്രധാന ഉപകരണം, മോഴ്സിലേറ്ററിന്റെ ഭാഗമായിട്ടുള്ള മോഴ്സിലോസ്കോപ്പ് കാണാനില്ല എന്ന് അന്വേഷണ സംഘം അറിയിച്ചുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുമ്പോൾ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയ തീയതി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഡോക്ടർ ഹാരിസ് ഈ പോസ്റ്റ് ഇടുന്നത്. തീയതി ശ്രദ്ധിക്കണം, ഓഗസ്റ്റ് 2-നാണ് മോഴ്സിലേറ്റർ എന്താണ്, മോഴ്സിലോസ്കോപ്പ് എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഡോക്ടർ ഹാരിസ് പോസ്റ്റ് ഇടുന്നത്. അതിനുശേഷം അദ്ദേഹം അത് ഉന്നത നിർദ്ദേശത്തെ തുടർന്ന് പിൻവലിക്കുകയാണ് ചെയ്തത്. അവിടെ മുതൽ തന്നെ ഈ പ്രമുഖ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഈ ഉപകരണത്തെക്കുറിച്ച് പറയുന്നത് കൂടി ഞാനൊന്ന് പറയാം. അതായത് പുതുതായി വാങ്ങിക്കൊണ്ട് വെച്ചു എന്നാണല്ലോ പറയുന്നത്. പക്ഷേ മനസ്സിലാക്കണം സാർ, അതിൻ്റെ ഉൽപ്പാദനവും വിൽപ്പനയും ഒക്കെ പ്രധാന കമ്പനികളൊക്കെ നിർത്തിയ ഒരു ഉപകരണമാണ് ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മോഴ്സിലോസ്കോപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം FDA-യുടെ മുന്നറിയിപ്പാണ്. സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ആരോഗ്യമന്ത്രിക്കും കാണാം. പ്രശസ്ത മെഡിക്കൽ കമ്പനികളൊക്കെ ഇതിൻ്റെ ഉൽപ്പാദനവും വിപണനവും ഒക്കെ നിർത്തിയ സാധനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി 4-ാം തീയതി അവധിയിൽ പ്രവേശിച്ച ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ കയറുന്നത് എപ്പോഴാണ്? 5-ാം തീയതി, തൊട്ടടുത്ത ദിവസമാണ്. അന്ന് ഈ താക്കോൽ കൊടുത്തത് ഏതെങ്കിലും ഒരു ഡോക്ടർക്കല്ല, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോണി തോമസ് ജോണിനാണ് ഡോക്ടർ ഹാരിസ് ഈ താക്കോൽ, മുറിയുടെ താക്കോൽ, അത് സൂപ്രണ്ടോ പ്രിൻസിപ്പലോ ചോദിച്ചാൽ കൊടുക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മറയ്ക്കാനും ഒളിക്കാനും കള്ളത്തരം കാണിക്കാനും ഇതുപോലെ ഒരു ഉപകരണം 2-ാം തീയതി വാങ്ങി ടേബിളിൽ വെച്ചിട്ട് പോകാനും അത്രയ്ക്ക് മണ്ടനാണോ ഡോക്ടർ ഹാരിസ്? കൃത്യമായി അത് തിയേറ്ററിൽ കൊണ്ടുവയ്ക്കില്ലേ? അല്ലാതെ മേശപ്പുറത്ത് ഇതിങ്ങനെ വന്ന് ഈ കൊറിയർ വന്ന സാധനം ഇതേപടി വെച്ചിട്ട് 2-ാം തീയതി വെച്ച സാധനം 4-ാം തീയതി വരെ അദ്ദേഹം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് എടുത്തു മാറ്റില്ലേ? അപ്പോൾ ഈ കള്ളത്തരമൊന്നും അദ്ദേഹം കാണിച്ചിട്ടില്ല എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. ഇതിൽ പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാർ മുറി തുറന്ന അതായത്
5-ാം തീയതി ഈ പരിശോധന നടത്തുമ്പോൾ, ചൊവ്വാഴ്ച 5-ാം തീയതി ഓഗസ്റ്റ് 5-ന് പരിശോധന നടത്തുമ്പോൾ അന്ന് അത് വീഡിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോഗ്രഫി, അതായത് വീഡിയോ തെളിവുകൾ കയ്യിലുള്ള സാധനത്തിനാണ്. പിന്നെ നോക്കിയപ്പോൾ കണ്ടു ആ വീഡിയോ പരിശോധിച്ചാൽ അന്ന് ആ പെട്ടി ഉണ്ടായിരുന്നോ എന്നറിയാമല്ലോ. അതിനുശേഷം 7-ാം തീയതിയാണ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ജീവനക്കാരും എല്ലാവരും ചേർന്ന് പരിശോധിക്കുന്നത്. അപ്പോഴാണ് ഈ 2ാമത്തെ പെട്ടി കാണുന്നത്. മാത്രമല്ല, പെട്ടി കണ്ട ഉടൻ തന്നെ പൂട്ടി മറ്റൊരു പൂട്ടിട്ട് താക്കോൽ വേറെയാക്കുകയാണ്. അപ്പോൾ നേരത്തെ ചെയ്ത കാര്യങ്ങളിൽ എത്രത്തോളം വിശ്വാസത്തോടെയാണ് ഈ ഡോക്ടർ ഹാരിസ് ഈ താക്കോൽ ഏൽപ്പിച്ചിട്ട് പോയത്? അത്ര പോലും വിശ്വാസമില്ല. മറ്റൊരു പൂട്ടിട്ട് പൂട്ടുകയാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഇട്ട ഈ പൂട്ടെന്ന് പറയുന്നത് അത് മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമായിട്ടുള്ള പൂട്ടാണെന്നതാണ് എൻ്റെ ഈ കാര്യത്തിൽ അഭിപ്രായം. 2 ലക്ഷം രൂപയാണ് ഈ ഉപകരണം റിപ്പയർ ചെയ്യാൻ എറണാകുളത്തെ കമ്പനി ആവശ്യപ്പെട്ടത് എന്നുകൂടി ഡോക്ടർ ഹാരിസ് പറയുന്നുണ്ട്. 15 വർഷം പഴക്കമുള്ള നെഫ്രോസ്കോപ്പുകളാണ് ആ പെട്ടിയിലിരിക്കുന്നത്. വലിയ പെട്ടിയിൽ, ചെറിയ പെട്ടിയല്ല, വലിയ പെട്ടി. അപ്പോൾ ഈ പെട്ടിയിൽ അടയ്ക്കാനായിട്ടുള്ള ഒരു സ്കോപ്പാണ് ഡോക്ടർ ഹാരിസിന്റെ കാര്യത്തിൽ ഇപ്പോൾ നോക്കുന്നത്. അത് നടക്കില്ല. കേരളം ഇക്കാര്യത്തോട് പ്രതികരിക്കും. പ്രതിപക്ഷം ഇതിലൊന്ന് ഉണർന്ന് പ്രവർത്തിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഹാരിസിനെ കുടുക്കാനാണോ നീക്കം എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ ഒട്ടേറെ മറുചോദ്യങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. ഈ നിമിഷം വരെയും ഹാരിസിനോടൊപ്പം തന്നെയാണ് ഞാൻ നിലപാടെടുത്തിരിക്കുന്നത്. ഇനി അങ്ങോട്ടും ഹാരിസ് ഉയർത്തിയ വിഷയങ്ങൾ വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ വാദവും. എന്നാൽ ഇതിനിടയിൽ ഹാരിസിന് എവിടെയൊക്കെയോ സാങ്കേതികമായി പിഴച്ചിട്ടുണ്ട്. പക്ഷേ ആ സാങ്കേതികമായ പിഴവുകളുടെ പേരിൽ ഹാരിസിന് പിന്നാലെ പോകേണ്ടതില്ല എന്നതാണ് എൻ്റെ നിലപാട് ഈ വിഷയത്തിൽ. ഞാൻ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഭാഗത്ത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്താണോ ഹാരിസ് ഉന്നയിച്ചത് ആ വിഷയം ഇപ്പോഴും സജീവമാണ്. അത് തന്നെ കമ്മിറ്റിയിൽ പലയിടങ്ങളിലും പറയുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പർച്ചേസിംഗ് റൂളുകൾ ലഘൂകരിക്കേണ്ടത്, എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട പർച്ചേസിൻ്റെ കാര്യത്തിൽ നിലവിലിരിക്കുന്ന സിസ്റ്റത്തെ മാറ്റേണ്ടത്, അതിനൊക്കെയുള്ള ഇപ്പോൾ ഒരു റെക്കമെൻഡേഷൻ വിദഗ്ധ സമിതി കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ തുടക്കം കുറിച്ചത് ഹാരിസാണ്. ആ അർത്ഥത്തിൽ ഹാരിസിൻ്റെ നീക്കത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്നാൽ അതിനിടയിൽ സാങ്കേതികമായ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ചില ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നത്. എന്നാൽ ആ ചോദ്യങ്ങൾ ഉയർത്തി ഹാരിസ് ഉയർത്തി യഥാർത്ഥ വിഷയത്തെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് നമ്മളുടെ പൊതുവായിട്ടുള്ള ഒരു ആരോഗ്യകരമായ രീതിയല്ല എന്നതാണ് എൻ്റെ ആദ്യത്തെ വാദം. ഇതെവിടെ നിന്നാണ് ഈ വാദം തുടങ്ങുന്നത്? ഈ വാദം തുടങ്ങുന്നത് ഒരു പ്രോബിൽ നിന്നാണല്ലോ. ഈ ലിത്തോക്ലാസ്റ്റ് പ്രോബ് എന്ന് പറയുന്ന ഒരു പ്രോബിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഈ പ്രോബ് അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാണ്. ഇപ്പോൾ ഈ ചർച്ച എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ ചർച്ച എത്തി നിൽക്കുന്നത് ഈ മോക്സിലോസ്കോപ്പിലും ഒപ്പം നെഫ്രോസ്കോപ്പിലുമാണ് എത്തി നിൽക്കുന്നത്. ആ യാത്ര എന്ന് പറയുന്നത് സാങ്കേതികമായിട്ടുള്ള കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻക്വയറിയിലൂടെ ആഭ്യന്തരമായി പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയത്തെയാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് എടുത്തിട്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പിഴവ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്. ഇദ്ദേഹം മികച്ച ഡോക്ടറായിരിക്കും, പക്ഷേ ഈ സിസ്റ്റത്തെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കി ഈ ഡോക്ടർ എന്നുള്ളതാണ്. പക്ഷേ ഡോക്ടർ അങ്ങനെ തുറന്നു പറഞ്ഞതുകൊണ്ടാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. മാത്രമല്ല എൻക്വയറി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, പല ഭാഗങ്ങളിലും എൻക്വയറി റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്, ഇതിൽ നിലവിലിരിക്കുന്ന പർച്ചേസിങ്ങിൻ്റെ ഉത്തരവ് പ്രകാരവും ഈ പറയുന്ന ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടത്ര പണമില്ലാത്തത് കൊണ്ടാണ് ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയാത്തതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ വാദം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു വിഷയം കൂടി ഈ സമിതിയുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. സമിതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 27-ാം തീയതി ഹാരിസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതിനെ തുടർന്നാണ്. ആ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് പുറമെ മറ്റൊരു കാര്യം കൂടി അതിലേക്ക് വന്നു. അതിൽ എന്തൊക്കെയാണ് എൻക്വയറി കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസ്? ഒന്ന്, ഇദ്ദേഹം ചട്ടലംഘനം നടത്തിയിട്ടുണ്ടോ? വളരെ വ്യക്തമാണ്, ചട്ടലംഘനം നടത്തിയിട്ടുണ്ട്. 1960 കേരള ഗവൺമെൻറ്റിൻ്റെ കണ്ടക്ട് റൂൾസ് പ്രകാരം സോഷ്യൽ മീഡിയയിൽ സർക്കാരിൻ്റെ നയത്തെയോ ഏതെങ്കിലും ഒരു വകുപ്പിനെതിരെയോ പരസ്യമായിട്ട് ഒരു പ്രതികരണം നടത്താൻ പാടുള്ളതല്ല. അങ്ങനെ നടത്തിയാൽ എന്താ സംഭവിക്കുക? പരമാവധി ഒരു വിശദീകരണം ചോദിക്കുക, ആ വിശദീകരണത്തിന് മറുപടി നൽകി ഒന്നുകിൽ അത് അവിടെ അവസാനിപ്പിക്കും, അതല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് പോകും. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ രീതിയിൽ പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ദ പ്രാക്ടീസ് ഓഫ് പർച്ചേസിംഗ് എക്യുപ്മെൻറ്റ് ഫ്ലെക്സിസ്കോപ്പ്, അതിനുള്ള സാധ്യതകൾ അന്വേഷിക്കണം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതും സ്വാഗതാർഹമായ കാര്യമാണ്, കമ്മിറ്റിക്ക് പഠിക്കാം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ 2 കാര്യങ്ങളും സ്വാഗതാർഹമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മൂന്നാമത്തെ ഒരു വിഷയമായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മിസ്സിംഗ് ടിഷ്യൂ മോർസിലേറ്റർ വിത്ത് മോർസിലോസ്കോപ്പ് എന്ന് പറയുന്നതാണ്. അതെന്തിനാണ് ഈ ഘട്ടത്തിൽ ഈ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതിലാണ് ആദ്യത്തെ ആശങ്ക. കാരണം അവിടെ ആ സമയത്തില്ല, ആ സമയത്ത് പരാതിയില്ല. ആ സമയത്ത് അങ്ങനെ നേരത്തെ കൊടുത്ത പരാതി. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷയവുമായിട്ട് നിങ്ങൾ ഇതിനെ ക്ലബ് ചെയ്യാൻ ശ്രമിച്ചത് എന്തിനാണ്? എൻ്റെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഹാരിസ് ഉയർത്തിയ വിഷയം എന്ന് പറയുന്നത് അവിടെ ആവശ്യത്തിന് ഈ പറയുന്ന പ്രോബ് അവിടെയില്ല. ആ പ്രോബ് ഇല്ലാത്തത് കൊണ്ടൊരു സർജറി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അപ്പോൾ അതിനുവേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു സമിതിയിൽ, ആ സമിതിയെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ്. കാരണം സമിതിയിൽ ആരൊക്കെയാണ് അംഗങ്ങളായിരുന്നത്? ഒന്ന് ഡോക്ടർ ജയകുമാർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ; ഡോക്ടർ പത്മകുമാർ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ; ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലം പ്രിൻസിപ്പൽ; ഡോക്ടർ ഗോമതി എസ്, ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവി. ഇത്രയും പേരാണ് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും ക്രെഡിബിളായ ആളുകളാണ്. അവരേതെങ്കിലും തരത്തിൽ ഹാരിസിനെ കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, അവരുടെ റിപ്പോർട്ടിനകത്തുണ്ട് ഇന്റൻഷൻ വളരെ ക്ലിയർ ആയിരുന്നുവെങ്കിലും ചട്ടലംഘനം നടത്തിയതുകൊണ്ട് ഒരു വിശദീകരണം ആവശ്യപ്പെടണം എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. അതുപ്രകാരം ഒരു വിശദീകരണം ആവശ്യപ്പെടാനുള്ള നോട്ടീസ് കൊടുത്തു. ഇത്രയും ഭാഗത്ത് തെറ്റില്ലല്ലോ സർക്കാരിന്റെ ഭാഗത്ത്. ആകെ തെറ്റുപറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇതുകൂടി കൂട്ടിച്ചേർത്തു. മോക്സിലോസ്കോപ്പ് കൂടി കാണാതായ വിഷയം ഈ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നിട്ട് അതുകൂടി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. ഇവിടെയാണ് ഒരു പിഴവ് സംഭവിച്ചത്. അത് ഒഴിവാക്കാമായിരുന്നു സർക്കാരിന് എന്നുള്ളതാണ് എന്റെ പക്ഷം. അതിനിടയിൽ മന്ത്രി ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു അതാണ് പ്രശ്നം. അത് വന്നു കഴിഞ്ഞതിന് ശേഷം അതെന്തിനാണ് ഉൾച്ചേർത്തിരിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തെ വിട്ടയക്കുമ്പോഴും ഒരു സംശയത്തിന്റെ നിഴൽ അവിടെ കിടക്കണം. അതിനുവേണ്ടി കൂട്ടിച്ചേർത്തതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ മോക്സിലോസ്കോപ്പുമായി ബന്ധപ്പെട്ട വിഷയം കമ്മിറ്റി പരിശോധിച്ചപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഈ ഡോക്ടർ ഹാരിസ് തന്നെ ഈ ടിഷ്യൂ മോഡ്യുലേറ്റർ വിത്ത് മോക്സിലോസ്കോപ്പിന്റെ കാര്യത്തിൽ പാർഷ്യലി അത് മിസ്സിംഗ് ആണ് എന്ന് ഈ കമ്മിറ്റിയോട് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ വിദഗ്ധ സമിതിയുടെ മൊഴിയാണ്. അല്ല, അതാ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ മൊഴിയിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ മൊഴി ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട് എന്നതാണ്. അല്ല, പാർട്ട്ലി മിസ്സിംഗ്. ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് പാർട്ട്ലി മിസ്സിംഗ് ആൻഡ് ഹവർ ഇറ്റ് ഈസ് നോട്ട് എ മെഷീൻ കോൺസ്റ്റന്റ്ലി യൂസ്ഡ്. ഇതാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വാചകം. അപ്പോൾ പാർട്ട്ലി മിസ്സിംഗ് ആയിരിക്കുന്ന ഒരു ഉപകരണത്തെക്കുറിച്ച് ഡോക്ടർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. എന്നാൽ അതിനെ പർവ്വതീകരിക്കേണ്ടതുണ്ടോ? അത് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയുടെ ഭാഗമായി മുന്നോട്ട് പോകേണ്ടിയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിന് പർവ്വതീകരിക്കുമ്പോൾ സംഭവിച്ചു പോകുന്നത് ഡോക്ടർ ഹാരിസ് ഉയർത്തിയ വിഷയത്തെ മറയ്ക്കാൻ വേണ്ടിയാണ് ഈ വിഷയം കൊണ്ടുവന്നത് എന്ന് പൊതുവെ ഒരു സംശയമുണ്ടാവും. ആ സംശയത്തിനൊരു സാധ്യത സർക്കാർ കൊടുക്കേണ്ടിയിരുന്നില്ല. ഇതാണ് എനിക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ വിമർശനം. എന്നാൽ ഇന്ന് പ്രിൻസിപ്പൽ തിരക്കിട്ട് നടത്തിയ ആ പ്രസ് മീറ്റ് എന്നുള്ളത് തികച്ചും അനാവശ്യമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. തികച്ചും അൺനെസസറി ആയ, സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു പ്രസ് കോൺഫറൻസ് ആണ് ഇന്ന് നമ്മൾ കണ്ടത്. അതിൽ ഒപ്പാടെ പാളിച്ചകളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ ഡോക്ടർ ഹാരിസ് ഇല്ലാതെ ആ മുറി പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവിടെ ഇരിക്കുന്ന സാധനം നെഫ്രോസ്കോപ്പാണോ അതല്ല മോക്സിലോസ്കോപ്പാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഡോക്ടർമാർ പോകുന്നു. ആ ഡോക്ടർമാർക്ക് തന്നെ ഇതറിയില്ല. പിന്നീട് മറ്റ് നെഫ്രോളജിയിലെയും യൂറോളജിയിലെയും ഡോക്ടർമാരെ വിളിച്ചുകൊണ്ട് വന്നത് സാക്ഷ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബില്ല് ഏതാണ്, ചെല്ലാൻ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പത്രസമ്മേളനം നടത്തുന്നു. ആദ്യം ഇക്കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലാരിറ്റി വേണം. ഞാൻ മനസ്സിലാക്കുന്നത് വളരെ തിടുക്കപ്പെട്ട് നടത്തിയ ഒരു പത്രസമ്മേളനമായിട്ടാണ്. അത് അനാവശ്യമായിരുന്നു. അത് സർക്കാരിനെ കൂടിയാണ് പ്രതിക്കൂട്ടിലാക്കിയത്, ഹാരിസിനെ മാത്രമല്ല എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. അതിനിടയ്ക്ക് വരുന്ന ഇന്റർഫറൻസിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. ആ ഇന്റർഫറൻസൊക്കെ അനാവശ്യമായിരുന്നു. ആ സമയത്തല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടിയിരുന്നത്. എന്നാൽ ഹാരിസ് മറുപടി പറയേണ്ട ഈ വിഷയത്തിൽ ഇപ്പോൾ നെഫ്രോസ്കോപ്പ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ വെളിവായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മൂന്ന് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഞാൻ പറയാം. ഹാരിസ് മറുപടി പറയേണ്ടതും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും തന്നെ ഹാരിസ് ഉയർത്തിയ വിഷയങ്ങളെ റദ്ദാക്കുന്നതല്ല. ഒന്ന്, ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നൊരു ഭാഗമുണ്ട്. അന്ന് യൂറോളജിയിൽ ഈ ശസ്ത്രക്രിയ മുടങ്ങുന്ന സമയത്ത് യൂറോളജി 2-ൽ തൊട്ടടുത്ത ദിവസം തന്നെ സെയിം കേസിലെ സർജറി നടക്കുന്നുണ്ട്. അതായത് ഈ സർജറി വേണമെങ്കിൽ യൂറോളജി 2-ൽ നടത്തിയതുപോലെ തൊട്ടടുത്ത ദിവസം നടത്താമായിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ആൾട്ടർനേറ്റീവായിട്ടുള്ള ഫെസിലിറ്റീസ് വെയർ അവൈലബിൾ എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ അത് ഡോക്ടർ വിശദീകരിക്കേണ്ടതുണ്ട്. തൊട്ടടുത്ത ദിവസം ഇദ്ദേഹം മാറ്റിവെച്ച സർജറിയുടെ സമാനമായ സർജറി യൂറോളജി 2-ൽ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ ഹാരിസ് എന്തിനാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വലിയ വിവാദ വിഷയമാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഡോക്ടർ ഹാരിസ് നേരിട്ട് ഈ പർച്ചേസിൻ്റെ റൂൾ വഴിയല്ലാതെ മറ്റേതെങ്കിലും മെഷീൻ വാങ്ങി വെച്ചിട്ടുണ്ടോ? പബ്ലിക് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, ക്രൗഡ് ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് പർച്ചേസിംഗ് കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ടോ? ഇതെല്ലാം സാങ്കേതികമായ വിഷയങ്ങളാണ്. നിങ്ങൾ നല്ല കാര്യത്തിന് ചെയ്യുന്നതാവാം, പക്ഷേ ഇതെല്ലാം സാങ്കേതികമായി ഒരു അന്വേഷണം വരുമ്പോൾ നിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വിഷയങ്ങളായിട്ട് മാറുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, മോക്സിലോസ്കോപ്പ് എന്ന് പറയുന്ന സാധനം ഇന്നിപ്പോൾ റിപ്പയർ ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഏത് സ്ഥാപനത്തിലാണ് അയച്ചിരിക്കുന്നത്? നമുക്ക് കിട്ടിയിരിക്കുന്ന ചെല്ലാനിൽ പറയുന്നത് മോക്സിലോസ്കോപ്പ് അല്ല, അത് നെഫ്രോസ്കോപ്പ് ആണെന്ന് പറയുന്നു. അത് അയച്ചിരിക്കുന്നത്
ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, മോക്സിലോസ്കോപ്പ്, നെഫ്രോസ്കോപ്പ്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഈ നെഫ്രോസ്കോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കാൾ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനിയാണ്. ആ ജർമ്മൻ കമ്പനിയുടെ കാൾ സ്റ്റോഴ്സിലുള്ള, അല്ലെങ്കിൽ കാൾ സ്റ്റോഴ്സ് എന്ന ജർമ്മൻ കമ്പനിയുടെ നെഫ്രോസ്കോപ്പ് റിപ്പയർ ചെയ്യാനുള്ള ഏജൻസി അംഗീകൃത ഏജൻസി അല്ല നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷൻസ്. എൻ്റെ സംശയം അതാണ്. അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അതാ. ഈ തിരക്കിട്ട് കടയുടമ ഒരു അഭിപ്രായം പറയുന്നു, കടയിൽ നിൽക്കുന്ന സെയിൽസ് ഗേൾ മറ്റൊരു അഭിപ്രായം പറയുന്നു. അതാണ് നമ്മുടെ വാചകങ്ങളിൽ കണ്ടത്. കടയുടമ പറയുന്നത് എന്താ, ഇത് അവിടെയല്ല, ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് വരുത്തി നേരിട്ട് അവിടെ കൊടുക്കുകയായിരുന്നു എന്ന് പറയുന്നു. എന്നാൽ കടയിലെ സെയിൽസ് ഗേൾ പറയുന്നത് എന്താണ്, ഇത് ഇവിടെ നിന്ന് ഡെലിവറി കൊടുത്തിരുന്നതാണ്, ഞാൻ തന്നെയാണ് ഇത് മോക്സിലോസ്കോപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് എന്നാണ്. അല്ല, എഴുതിയത് ഇവരാന്ന് പറയുന്നത്. ഇതിൽ മിഥുൻ എന്ന പേരിലാണ് ചെന്നൈയിൽ നിന്ന് കൊടുത്ത സാധനം കൊച്ചിയിൽ എങ്ങനെയാണ് മാത്രമല്ല ചെന്നൈയിൽ നിന്ന് എങ്ങനെ എഴുതി വിടുക, അതുമാത്രം ബില്ല് ഇവിടുത്തെ എങ്ങനെ വരിക, ബില്ല് എങ്ങനെ ഇവിടുത്തെ വരിക, അത് ചെന്നൈയിലെ കമ്പനിയുടെ അല്ലേ ബില്ല് വരേണ്ടത്. മാത്രമല്ല ഈ പറയുന്ന നെഫ്രോസ്കോപ്പ് ഏതെങ്കിലും തരത്തിൽ റിപ്പയർ ചെയ്യാൻ നേരത്തെ ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷൻസിനെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ മോക്സിലോസ്കോപ്പ് റിപ്പയർ ചെയ്യുന്ന കടയിൽ നെഫ്രോസ്കോപ്പ് റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞത് ശരിയാണോ? അതാണ് മൂന്നാമത്തെ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയ പ്രശ്നം തീരും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ടെക്നിക്കലാണ്. പക്ഷേ ഇവിടെ ആ അർത്ഥത്തിലൊരു സംശയത്തിൻ്റെ മുനയിലേക്ക് കാര്യങ്ങൾ പോയി നിൽക്കുന്നു. അനാവശ്യമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിലുള്ള വിഷയം മോക്സിലോസ്കോപ്പ് റിപ്പയർ ചെയ്തോ നെഫ്രോസ്കോപ്പ് റിപ്പയർ ചെയ്തോ ഈ പറയുന്ന പ്രോബ് റിപ്പയർ ചെയ്തോ എന്നുള്ള വിഷയമല്ല. ഇതൊക്കെ കൃത്യസമയത്ത് രോഗികൾക്ക് കിട്ടുന്നുണ്ടോ, കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നുള്ളതാണ് പബ്ലിക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയം. എന്നാൽ ആ വിഷയത്തിൽ നിന്ന് ഇപ്പോൾ നിർഭാഗ്യവശാൽ കാര്യങ്ങൾ മോക്സിലോസ്കോപ്പിലേക്കും നെഫ്രോസ്കോപ്പിലേക്കും എത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി പെട്ടെന്ന് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഹാരിസിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, നമ്മുടെ ആശുപത്രി സംവിധാനങ്ങൾ മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇട നൽകാതിരിക്കുക. സമയം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഇത് അനാവശ്യമായി ചർച്ച ചെയ്തു. അതാ ഞാൻ ഈ പറഞ്ഞത്. ഇതിനകത്ത് സർക്കാരിന് സ്വീകരിക്കാൻ പറ്റാവുന്നതിന് പരമാവധി സർക്കാർ സ്വീകരിച്ചു. ആ നടപടിയിൽ അവിടെ അവസാനിപ്പിക്കണമായിരുന്നു. അതിനുശേഷം പ്രിൻസിപ്പളും സൂപ്രണ്ടും വന്നു പിന്നെ ഇങ്ങനെ പറഞ്ഞ് നടപടി എടുക്കില്ല എന്ന് എനിക്ക് ഒരു ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഈ ഡോക്ടർ അരുൺ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അത് ഡോക്ടർ ഹാരിസ് മറുപടി പറയട്ടെ, കാര്യത്തിൽ വ്യക്തത വരട്ടെ. ഈ പ്രിൻസിപ്പലും സൂപ്രണ്ടും ഒക്കെ പോയിട്ട് മറ്റൊരു പൂട്ടിയത് എന്തുകൊണ്ടാണ്? സിമ്പിൾ അല്ല, അത് കാര്യമുണ്ട്. കാരണം ആ ചാർജ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ആൾക്കാണ്. അതവിടെ പരിശോധന നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് രണ്ടാമത്തെ പൂട്ടാനുള്ള അവകാശം പ്രിൻസിപ്പലിനുണ്ട്. സംശയമൊന്നുമില്ല. തെളിവുകൾ ശേഖരിക്കണം. അവിടെ ഡോക്ടർ ഹാരിസ് ഒരു അവിടെ കൃത്രിമം കാണിക്കാൻ സാധ്യതയുണ്ട് ഡോക്ടർ ഹാരിസ് പറയുകയാണ്. കാരണമുണ്ട്. അതാണ് ഇനി അതിനകത്ത് ക്ലാരിറ്റി. ഏറ്റെടുത്തതാണെങ്കിൽ ഹാരിസിന്റെ കയ്യിലിരുന്ന താക്കോൽ മറ്റൊരാൾക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. ഹാരിസിന്റെ കയ്യിലിരുന്ന താക്കോൽ ബൈറ്റിലുണ്ട്. ഹാരിസിന്റെ കയ്യിലിരുന്ന താക്കോൽ മറ്റൊരാൾക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അല്ല പ്രൊഫസർ, ഡോക്ടർ ജോണി തോമസ് അത് കൂടാതെ ഈ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ എൻട്രി തടയാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അയാൾ എപ്പോഴാണ് അതാണ് ഇതിന് പുറത്തു വരേണ്ടത്. അത് ആരാണ്? അയാളും ഹാരിസും അതാണ് ഇനി ഒരു കാര്യം കൂടെ, ഈ റിപ്പോർട്ടിൽ പറഞ്ഞാണെങ്കിൽ ഈ ഡോക്ടർ പറഞ്ഞത് നുണയാണ്, വേറൊരു സർജറി നടത്താമായിരുന്നു, അത് നടത്തിയില്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഹാരിസ് ചെയ്തത് വലിയ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടിൽ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിക്ക് ശുപാർശ. The fact that Urology 2 has done a similar case on the very next day of issue indicates that alternative facilities were available in the department itself which were not utilized. എന്നാ പിന്നെ പക്ഷേ അവിടെ പ്രശ്നം എന്താണ്? അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ the major issue related to this particular incident was timely procurement supply of pneumatic lithoclast probe. അയാൾ പറഞ്ഞിരിക്കുന്നതിൽ പാർഷ്യലി ശരിയുണ്ട്. അതായത് ഈ ലിത്തോക്ലാസ്റ്റിക് പ്രോബ് അവിടെ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ശരിയാണ്. പക്ഷേ ഒരു രോഗിയുടെ അതിനല്ല എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുന്നത്. ജിമ്മി സാറേ, ഒരാൾക്കെതിരെ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അതിന് നടപടി എന്നുള്ള നിലയ്ക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ലല്ല, അത് സർക്കാർ ഇത്രേ കണ്ടുള്ളൂ. ഈ യൂറോളജി 2-ൽ ആൾട്ടർനേറ്റീവ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് ഹാരിസിനെതിരെയുള്ള ഒരു ആയുധമാക്കി ഇപ്പോൾ സർക്കാർ ഉപയോഗിക്കുന്നില്ല. കാര്യം ഹാരിസ് പറഞ്ഞൊരു വിഷയം അത് പൊതുസമൂഹത്തിന് മനസ്സിലായി. അതിനകത്ത് ലിത്തോക്ലാസ്റ്റ് പ്രോബ് ലഭ്യമാകുന്നതിൽ തടസ്സമുണ്ടായിരുന്നു. ആ തടസ്സം നീക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്ന പോസിറ്റീവായിട്ട് ഞാൻ കണ്ടത്. അതായത് മറ്റൊരു അവൈലബിലിറ്റി ഉണ്ടായിരുന്നിട്ടും ഡോക്ടർ ഹാരിസ് ആ സർജറി ചെയ്തില്ല എന്നതുപോലും ഗുരുതരമായി കണക്കാക്കാതെ ഒരു ചട്ടലംഘനത്തിൽ വിഷയം ചെറിയ കാര്യത്തിന് പിന്നാലെ പോയി ഡോക്ടർ ഹാരിസ് വളരെ ഗുരുതരമായ റിപ്പോർട്ടിൽ പറയുന്നു. ഇതൊരു
clear ego issue ആണ്. അല്ലാതെ രണ്ട് സ്കോപ്പുകൾ തമ്മിലുള്ള തർക്കത്തിൽ അതാണ് പിടിക്കാൻ ആ പോകുന്നു. അതെന്താ അവസ്ഥയിലേക്ക് മാറി. അതാണ് അല്ല, നിർഭാഗ്യകരമായ ശരിക്കും കാര്യം. പറഞ്ഞാൽ ആ പത്രസമ്മേളനം നടത്തിയിട്ട് ആ റിപ്പോർട്ട് വായിച്ചിട്ട് അവസാനിപ്പിക്കേണ്ട കേസേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല ഡോക്ടർ അതിന് മറുപടി കൊടുക്കുന്നതോടുകൂടി ആ പ്രശ്നം പക്ഷേ അവസാനിക്കും. അവസാനിച്ചു എന്നാണ് അതെ. മനസ്സിലാക്കുന്നത്. നമുക്ക് നോക്കാം. അതിന് പകരം നെഫ്രോസ്കോപ്പോ ബോക്സിലോസ്കോപ്പോ അല്ല, ഞാൻ വിചാരിക്കുന്ന വേറെ കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ കോൾ വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ഈ കോൾ വരുന്ന കാര്യത്തിൽ വരെ ഇവരോട് റിപ്പോർട്ട് വായിക്കാനാണ് പറഞ്ഞതെങ്കിൽ റിപ്പോർട്ട് വായിച്ച് അവസാനിപ്പിക്കണം. പക്ഷേ ഒരു അഭിമുഖം ഒരു പ്രസ് മീറ്റ് നടത്താൻ വരുമ്പോൾ സ്വന്തം ഉത്തരവാദിത്വം വേണം പ്രസ് മീറ്റ് നടത്താൻ. അതൊക്കെ ശരിയാണ്. അല്ല, കൊളാക്കി കൈ കൊടുത്തു ആർക്കും സംശയമില്ല. അപ്പം നിലവിൽ ഡോക്ടർ ഹാരിസിനെ കൊടുക്കാനാണോ എന്ന ചോദ്യത്തിന് ഹാരിസിനെ കൊടുക്കാനാണ് എന്ന് 3 പേർ, ഹാരിസിനെ കൊടുക്കാനല്ല എന്ന് ഒരാൾ. Meet the editors.